ന്യൂ ഇയർ ആഘോഷത്തിൻ്റെ തിരക്കിലാണ് നാടും നഗരവും. അതിനിടയിൽ ആശങ്ക ഉയർത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കൊച്ചി കേന്ദ്രീകരിച്ച് വൻ ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് വിവരം. അതിൽ 3 ലഹരി പാർട്ടികൾ സംബന്ധിച്ച വിവരമാണ് പുറത്തു വരുന്നത്. കാസർഗോഡ് സ്വദേശിനിയുടെ നേതൃത്വത്തിലാണ് ജില്ലയിൽ 3 കേന്ദ്രങ്ങളിലായി ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കുന്നതെന്നാണ് സൂചന. എറണാകുളത്ത് കടവന്ത്ര, മരട്, കളമശ്ശേരി, കാക്കനാട്, ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ചാണ് ലഹരി പാർട്ടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ക്ലബ്ബുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ ലഹരി പാർട്ടികൾ നടത്താനൊരുങ്ങുന്നത്. നിശാ പാർട്ടികൾക്കായി പ്രത്യേക സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അവസാന നിമിഷമാണ് എവിടെ വെച്ചാണ് പാർട്ടി നടക്കുന്നതെന്ന് വിവരം ലഭിക്കുക. അതുകൊണ്ട് തന്നെ പോലീസിനും എക്സൈസിനും ലഹരി പാർട്ടികളെക്കുറിച്ച് വിവരമുണ്ടെങ്കിലും മറ്റൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള അന്യസംസ്ഥാനത്ത് നിന്ന് എത്രത്തോളം ലഹരി വസ്തുക്കൾ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതുപോലും നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്ക് കൃത്യമായ അറിവില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ പങ്കെടുക്കുന്ന പുതുവത്സര ആഘോഷം നടക്കുന്ന നഗരമാണ് കൊച്ചി. കഴിഞ്ഞ കുറച്ച് നാളുകളായി കൊച്ചിയിലെ പുതുവർഷാഘോഷങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ലഹരി മാഫിയ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. 1 കോടി രൂപയുടെ മയക്കുമരുന്നാണ് കാസർഗോഡ് സ്വദേശിനിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ എത്തിച്ചതെന്നാണ് വിവരം. ബംഗളൂരുവിൽ നിന്നുമാണ് കൊച്ചിയിലേക്ക് ലഹരി എത്തിച്ചിരിക്കുന്നത്. ട്രെയിൻ മാർഗവും ഇന്ത്യൻ പോസ്റ്റൽ പാഴ്സൽ സർവീസ് വഴിയുമാണ് ലഹരി മരുന്ന് കൊച്ചിയിൽ എത്തിച്ചതെന്നാണ് സൂചന. ലഹരി പാർട്ടി സംഘടിപ്പിക്കുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയാണ്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് സ്വദേശിനി വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന വീഡിയോയ്ക്കൊപ്പം പഴയ സിനിമയുടെ ഡയലോഗും ഉൾപ്പെടുത്തിയാണ് വാട്സപ്പ് സ്റ്റാറ്റസ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായി യുവാക്കളുടെ ഒരു ചെറുസംഘം യുവതിക്കൊപ്പം ഉണ്ട്. വിശ്വസ്തരെ മാത്രമാണ് ലഹരി പാർട്ടികളിൽ പങ്കെടുപ്പിക്കുക. കാസർഗോഡ് സ്വദേശിനി ചില്ലറക്കാരിയല്ലെന്നാണ് വിവരം. മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പുറമെ സ്വർണ്ണക്കടത്ത് സംഘവുമായും അടുത്ത ബന്ധമുണ്ട്. സംസ്ഥാനത്തെ അറിയപ്പെടുന്ന സ്വർണ്ണക്കട ഉടമകൾക്കായി കാരിയറായി യുവതി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ലഭിച്ച വിവരം. യുവതി കാസർഗോഡ് സ്വദേശിനിയാണെങ്കിലും ഇപ്പോൾ കൊച്ചിയിലാണ് താമസം. പുതുവർഷ തിരക്കിൽ ഏറ്റവും വേഗത്തിൽ സുരക്ഷിതമായ ലഹരി കച്ചവടം നടത്താനുള്ള ഇടമായി കൊച്ചിയെ ലഹരി മാഫിയ മാറ്റിയിരിക്കുന്നു. പുതുവർഷ ആഘോഷത്തിലായി പോകുന്ന കുട്ടികൾ എവിടെ പോകുന്നു എന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ അവരും ലഹരി മാഫിയയുടെ പുതിയ കണ്ണികളായി തീർന്നേക്കാം. അതിനാൽ കരുതിയിരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു.